സാർ, ഈ കണ്ഠൻ രാജീവർക്ക് ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെയൊക്കെ പ്രതികൾ ഇറങ്ങിപ്പോയതുപോലെ തന്നെ കണ്ഠരും ഇപ്പോൾ ഈസിയായി ജയിലിന് പുറത്തേക്ക് പോവുകയാണ്. സ്വർണ്ണക്കൊള്ള എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പൂജ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജയറാമിനെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചു. ജയറാമിന്റെ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ജയറാം എന്ന് സമ്മതിക്കുന്നില്ല. സ്വാഭാവികമാണ്. അയ്യേ എന്നെ വിളിച്ചത് വെറുതെ 2 കാര്യങ്ങൾ ചോദിക്കാൻ. അത് ചോദിച്ചു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു, ഞാൻ ഇതാ പോകുന്നു, എനിക്ക് ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് ജയറാം വളരെ കൂളായിട്ട് ഇറങ്ങി പോകുന്നതാണ് കണ്ടത്. പക്ഷെ ED കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ജയറാമിനെ വിളിച്ചത്. ഇത്ര ഈസി ആണോ ജയറാമിന് കാര്യങ്ങൾ? അത്ര ഈസി ആകണം എന്നില്ല. നമുക്ക് ആർക്കും ഒരു നിരപരാധിയുടെ പട്ടം ഈ കേസിൽ ചാർത്തി കൊടുക്കാൻ പറ്റില്ല. ആർക്കും, ദേവസ്വം ബോർഡ് മന്ത്രി മുതൽ താഴെ കീഴ്ശാന്തി വരെയുള്ള ആർക്കും, പരികർമ്മി വരെയുള്ള ആർക്കും, കീഴ്ശാന്തി അല്ല അതിന് താഴെ പരികർമ്മി വരെയുള്ള ആർക്കും ഒരു നിരപരാധി പട്ടം ചാർത്തി കൊടുക്കാൻ പറ്റുന്ന കേസല്ല. കാരണം ഇതൊരു വലിയ കേസാണ്. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയ ഒരു കേസാണെന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ബുദ്ധി കൊണ്ടിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ റൂട്ട് എവിടാണ്, സ്റ്റെം എവിടാണ്, ലീഫ് എവിടാണെന്നുള്ളത് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, റൂട്ടും ലീഫും സ്റ്റെമ്മും എല്ലാം ഇങ്ങനെ കണ്ടവരും കേട്ടവരും കണ്ടവരും എല്ലാം ജാമ്യം കിട്ടി ജാഥയായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ കാര്യം? അത് പോകാൻ കുറ്റപത്രം കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം കൊടുക്കാൻ കഴിയാത്തതിന്റെ കാര്യം എന്താ? കുറ്റപത്രം അത് നീതിയുക്തമല്ലെങ്കിൽ, വേണ്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ ഈ പ്രതികൾ കോടതിയിൽ ചെല്ലുമ്പോൾ വിചാരണയെ നേരിട്ട് വിജയകരമായി ഇതുപോലെ പുറത്തേക്ക് പോവും. ഈ അന്വേഷണ കമ്മീഷന്റെ മുഖത്ത് തുപ്പിക്കൊണ്ട് അവരിറങ്ങി പോവും. നമ്മൾ കണ്ടിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു പരസ്പര ഗൂഢാലോചന സഹകരണ സംഘമായതുകൊണ്ട് ഇവര് പറഞ്ഞ് ഈ SITക്ക് ഇപ്പൊ തല പോഞ്ഞ് ഇപ്പൊ എല്ലാത്തിനും വട്ടായി പോകുന്നു പറയുന്നുണ്ട്. വട്ടളവി അല്ലെങ്കിലും വട്ടളവും. കാരണം അയ്യപ്പന്റെ കാര്യത്തിൽ അവർ കുറച്ച് ഗവൺമെന്റിനെ സുഖിപ്പിക്കാനുള്ള ഒരു പാത തേടി. അതെപ്പോഴാണെന്ന് അറിയാമോ? അന്വേഷണം ഇങ്ങനെ പത്മകുമാറിൽ വരെ എത്തിക്കഴിഞ്ഞ് നേരെ തന്ത്രിയിലേക്ക് പോയി. അതൊരു തന്ത്രമായിരുന്നു. എന്തിന്? തന്ത്രിയുടെ ഇവിടെ കൊണ്ടുവരുമ്പോൾ വേറെ ഒരു കേസാവും. അങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ വന്നത്. ആ നിലയ്ക്ക് പത്മകുമാറിൽ നിന്ന് നേരെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ കേസിനൊരു തുമ്പ് കിട്ടിയേനെ. പക്ഷെ അങ്ങനെയല്ല പോയത്. അവിടെ നിന്നില്ല പാമ്പും അല്ലേ, അതെ, അതിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പാമ്പും കോണിയും കളിക്കുന്നത് പോലെ അവരവിടെ അങ്ങ് പീക്കിലെത്തിയ ശേഷം തിരിച്ച് താഴോട്ടി ഇടിച്ചിറങ്ങി തന്ത്രിയിലേക്ക് ആകെ അലമ്പായി. അത് ആകെപ്പാടെ കൺഫ്യൂഷനായ നിലയിലാണ്. ഇപ്പൊ ആകെപ്പാടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് VSSCക്ക് മാത്രമാണ്. VSSCയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 1 കിലോ 450 ഗ്രാം സ്വർണം. അതിനെത്ര വില വരുമെന്ന് ധന്യയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. കോടിക്കണക്കിന് രൂപ വില വരുന്നു. അത് കാണാതായിട്ടുണ്ടോ എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ മനസ്സിലായത്. ഇത് കാണാതായിട്ടുണ്ടോന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് ആരാണ് കാണാതാക്കിയത്, ആരാണിത് മോഷ്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. കാര്യം എന്താ? ഇവർക്കെല്ലാം കൂടെ പങ്കുണ്ട്. ഇവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അതാണ് കാര്യം. അതുകൊണ്ടാണ് SITയുടെ അന്വേഷണം ഇങ്ങനെ ഈ പാറയിൽ മുട്ടിയ നദി പോലെ ഇങ്ങനെ നിലച്ചു നിൽക്കുന്നത്. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കരുതി ജയറാമിൻ്റെ കാര്യമാണ് നമ്മുടെ വിഷയം. ജയറാം ഭക്തനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം 40 വർഷമായിട്ട് ശബരിമല വ്രതാനുഷ്ഠാനങ്ങളോടെ ഞാൻ പോകുന്ന ആളാണ്. അദ്ദേഹം ഭക്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ പോകുമ്പോൾ ഇവിടെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് 40 വർഷമായിട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് അയാളുടെ പൊസിഷൻ എന്നുള്ള അറിയണം. അങ്ങനൊരു കീഴ്ശാന്തി ശബരിമലയുടെ കട്ടിളപ്പാളി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാമോ? കാരണം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പിറഞ്ഞ, തമിഴ് ബ്രാഹ്മണനാണെങ്കിലും ബ്രാഹ്മണ കുടുംബത്തിൽ പിറഞ്ഞ ആളാണ്. കേരളത്തിലെ ആചാരങ്ങൾ അറിയാവുന്ന പെരുമ്പാവൂർക്കാരനല്ലേ, അല്ലേ? ആണ്. അങ്ങനെയുള്ള ഒരാൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ആരെ ഹൂ ഈസ് ഹൂ എന്നുള്ളതെങ്കിലും അറിയണ്ടേ? അറിയാതിരിക്കുന്ന ആളല്ല.
അപ്പൊ അങ്ങേര് ഏതൊരു കൊണ്ടുവന്നപ്പോ കൊച്ചുകുട്ടിക്ക് അറിയില്ലേ സാർ, അമ്പലത്തിലെ ഒരു കിണ്ടി പോലും, ആ കിണ്ടി എന്നാണ് നമ്മളൊക്കെ പറയുന്നത് തിരുവനന്തപുരത്തിന്, അതിന് വല്ല തെറ്റുണ്ടോ എന്ന് എനിക്കറിയണം, പോട്ടെ, ആ. ഒരു വിളക്ക് പോലും ഉം. അമ്പലത്തിലിരിക്കുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? നമുക്കത് ഭയമല്ലേ, തൊടാൻ പോലും നമുക്ക് ഭയമാണ്. എവിടെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്? അവിടെ നട്ടു വളർത്തുന്ന തുളസിന്ന് ഒരു ഇല പോലും ഇല പോലും പറിക്കാൻ പറിക്കാൻ നമുക്ക് എല്ലാം പേടിയാണ്. ദൈവത്തിന്റെയാ. അതെ, അപ്പൊ ഈ മനുഷ്യൻ കീഴ്ശാന്തി മാത്രമായി പരിശൻ തന്ത്രിയൊന്നും അല്ലല്ലോ, അല്ല പരികർമ്മിയാ സാർ, കീഴ്ശാന്തിക്കും താഴെയാ. പൂജാരിയല്ല. അത് തന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, കീഴ്ശാന്തിയല്ല, മേൽശാന്തിയല്ല, തന്ത്രിയല്ല. അല്ല, അങ്ങനെ ഒരാൾ എങ്ങനെ ഇത് എടുത്തുകൊണ്ട് പോകുന്നു? അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചതേ ഇയാൾ ഇത് കൊണ്ടുവരുന്നു എന്ന് ജയറാം പറഞ്ഞിരുന്നുവെങ്കിൽ ആ നിമിഷം ആ കള്ളി വെളിച്ചത്താവുമായിരുന്നില്ലേ? അപ്പൊ ജയറാം എന്താ മറക്കാറില്ല? അപ്പൊ അയ്യപ്പനെ സഹായിക്കേണ്ട അങ്ങനെ ആയിരുന്നില്ലേ? അതെ, എന്തുകൊണ്ട്? വിശ്വാസിയായ ജയറാം അതല്ലേ ചെയ്യേണ്ടത്. അതെ, ജയറാം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കേസിന് എന്തെങ്കിലും സഹായമായി കുറ്റവാളികളെ ശിക്ഷിക്കുന്നെങ്കിൽ അങ്ങനെയാകാം. അപ്പൊ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മളോട്, അദ്ദേഹം SIT-യോടെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവകാശം. SIT വിട്ട് SIT BVIP ആയതുകൊണ്ട് ചോദ്യം ചെയ്യാനൊന്നും വിളിപ്പിക്കണ്ട, വിശ്വാസിയായ ജയറാമിനെ ചോദ്യം, സിനിമാ നടൻ കൂടിയല്ലേ, പക്ഷെ ED പറഞ്ഞു ഇനി പോന്നേക്ക്, സമയമുള്ളപ്പോ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞു. അത്രയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, പറഞ്ഞ കാര്യം എന്താണെന്നുള്ളതാണ് നിർണായകമാണെന്ന് SIT പറഞ്ഞിട്ടുണ്ട്. വളരെ നിർണായകമാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് മാത്രമല്ല, ആ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ ചെന്നൈയിലെ സ്ഥാപനത്തിലും ഇത് കൊണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലെ ലാഭം വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വിക്രമൻ അവിടെയും അദ്ദേഹം ഒരു പ്രകടനം നടത്തി പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ജയറാമിൽ നിന്നും ഇത് അമ്പലം ശബരിമല അതുപോലെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും നല്ല തോതിൽ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തി കാണും. എന്തായാലും അദ്ദേഹം നമ്മുടെ ജയറാം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കാൾ പ്രധാനം ചെയ്തിട്ടില്ലാത്ത കാര്യം, 40 വർഷമായി ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഈ അയ്യപ്പന്റെ ഈ സംഗതികളൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും പൊതുജന ശ്രദ്ധ നിങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണോ എന്നൊന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ലേ? ജയറാമിനെ പോലൊരു സിനിമാ നടനാകുമ്പോൾ എൻ്റെ ഒരു സംശയം, അവിടുത്തെ തന്ത്രിക്കും അവിടുത്തെ മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും എല്ലാം അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒന്ന് ഫോൺ കറക്കി ഞാൻ ജയറാമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്ദേഹം പറയുന്നത് ശ്രവിക്കാൻ സമയം കണ്ടെത്തുകയില്ലേ? അതെ, അങ്ങനെയുള്ള ഒരു സമയത്ത് ഇപ്പൊ പോയി പറയേണ്ട ആവശ്യം വരുമായിരുന്നു. അന്നേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നല്ലോ. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഇവിടെ വരേണ്ട ആവശ്യം വരുമായിരുന്നു? ഇല്ല. അപ്പൊ അതില് എന്തോ വലിയൊരു എന്താ പറയുക, ലൂസ് എൻഡ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് അവിടെയുണ്ട്. അത് ക്ലിയർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരികർമ്മിക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കാനാണ് സാധ്യത. പ്രതിഭയുള്ള നടനാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രതിഭ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മേളപ്രമാണി കൂടിയാണ് അദ്ദേഹം. ഇതിനൊക്കെ പ്രതിഭാവിലാസമില്ല, ഇതിലൊന്നും ഒരു നിഷ്ണാതനാകാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്തൊക്കെയോ അദ്ദേഹം മറച്ചു വെച്ചിരിക്കുന്നു. ഇനിയുള്ള പ്രശ്നം, ഈ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പന് വേണ്ടി? യഥാർത്ഥ ഭക്തനാണെങ്കിൽ അദ്ദേഹം അത് ചെയ്തിരിക്കും, യഥാർത്ഥ ഭക്തനല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കും. ഈ എന്തായാലും നിഗൂഢതയുടെ ഒരു കാർമേഘം ആ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. ധന്യയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സാർ. കാരണം എന്തോ ഒളിക്കാൻ ജയറാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും നിസ്സാരമായി അയ്യയ്യേ, അതേ പറഞ്ഞ വാക്കിങ്ങനെ അയ്യയ്യേ അതൊന്നുമില്ല. എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു, പിരിഞ്ഞു. കടകംപള്ളി പറഞ്ഞ അതേമാതിരി കാര്യങ്ങൾ സെയിം പിച്ച്. അതെ, സെയിം പിച്ചിലാണ്, സെയിം വേവ് ലെങ്ത്. സെയിം വേവ്. ഓക്കെ.